മുതിർന്ന കോൺഗ്രസ് നേതാവ് പി.ജെ. കുര്യനെതിരെ രൂക്ഷ വിമർശനവുമായി പി.ജെ. കുര്യന്റെ വാർഡിൽ ജയിച്ച കോൺഗ്രസ് വിമതൻ സനൽകുമാർ. വാർഡിൽ യു.ഡി.എഫിന് കിട്ടിയത് 46 വോട്ട് മാത്രം. തന്നെ തോൽപ്പിക്കാൻ പി.ജെ. കുര്യൻ അഹോരാത്രം ശ്രമിച്ചു. 4-5 വാർഡുകളിൽ മത്സരിച്ച തന്നെയും ഭാര്യയും വ്യക്തിഹത്യ ചെയ്തുവെന്നും പി.ജെ. കുര്യൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും രാജിവെക്കണമെന്നും സനൽകുമാർ പറഞ്ഞു. ഞാൻ പി.ജെ. കുര്യൻ സാറിൻ്റെ വാർഡിലാണ് മത്സരിച്ചത്. അദ്ദേഹം പലപ്പോഴും കഴിഞ്ഞ കുറേ കാലങ്ങളായി ഓരോ പ്രവർത്തന രംഗത്തും ഞാൻ കോൺഗ്രസിൻ്റെ ഓരോരോ ഭാഗമായി നിന്നിരുന്ന കാലങ്ങളിലൊക്കെ അദ്ദേഹം പലപ്പോഴും എൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കാതെ അതിനെ നിരുത്സാഹപ്പെടുത്താനും അതുപോലെ തന്നെ തന്നെ എന്നെ അവഗണിക്കാനും ശ്രമിച്ചതുകൊണ്ടാണ് ഞാൻ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് തൽക്കാലം മാറി നിന്നത്. യു.ഡി.എഫിന് കിട്ടിയ വോട്ടെന്ന് പറയുന്നത് 46 വോട്ടാണ്. പി.ജെ. കുര്യൻ സാറ് കഴിഞ്ഞ 18 ദിവസങ്ങൾ രാവും പകലും ഇല്ലാതെ അഹോരാത്രം പണിപ്പെട്ടിട്ട് ആ വാർഡിൽ നിന്ന് ജനങ്ങൾ അദ്ദേഹത്തിന് നൽകിയത് വെറും 46 വോട്ടാണ്. കോൺഗ്രസ് പാർട്ടിക്ക് കെട്ടിവെച്ച കാശ് നഷ്ടമാകുന്ന സ്ഥിതിയിൽ പി.ജെ. കുര്യന്റെ വാർഡിൽ കാര്യങ്ങൾ എത്തിച്ചേർന്നു. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, കോൺഗ്രസിന്റെ വോട്ട് ശതമാനം ഉൾപ്പെടെ കുറയാൻ പി.ജെ. കുര്യന്റെ ഇടപെടൽ കൊണ്ട് കഴിഞ്ഞു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ പി.ജെ. കുര്യന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ പ്രവീൺ? തീർച്ചയായും ഈ വിഷയത്തിൽ മുതിർന്ന നേതാവായിട്ടുള്ള പി.ജെ. കുര്യൻ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്താണ് പത്തനംതിട്ട ജില്ലയിലെ പുറമറ്റം ഗ്രാമപഞ്ചായത്ത്. അവിടെ യു.ഡി.എഫിന് 7 സീറ്റ് ലഭിച്ചിരുന്നു. 2 സ്വതന്ത്രർ അവിടെ ജയിച്ചു. എൽ.ഡി.എഫിന് 5 സീറ്റ് ലഭിച്ചു. ഇന്ന് അവിടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നു. എൽ.ഡി.എഫിന് 2 സ്വതന്ത്രർ പിന്തുണ നൽകി. അങ്ങനെ 7-7 എന്ന നിലയിലേക്ക് എൽ.ഡി.എഫും യു.ഡി.എഫും എത്തി. പിന്നീട് ടോസിലൂടെ അവിടെ എൽ.ഡി.എഫിന്റെ പിന്തുണയോടുകൂടി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയെ മത്സരിച്ച സ്വതന്ത്ര റീന അവിടെ ജയിക്കുകയും ചെയ്തു. അതാണ് ഇപ്പോൾ വിവാദത്തിലേക്ക് പോയിരിക്കുന്നത്. അവിടെ 2 പേർ സ്വതന്ത്രമായി മത്സരിച്ചതിൽ ഒരാൾ സനൽകുമാറും മറ്റൊന്ന് സനൽകുമാറിന്റെ ഭാര്യ റീന സനൽകുമാറുമായിരുന്നു. റീന സനൽകുമാർ അവിടെ എൽ.ഡി.എഫിന്റെ പിന്തുണയോടുകൂടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. മുമ്പ് 2 തവണ യു.ഡി.എഫിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് റീന സനൽകുമാർ. ഇപ്രാവശ്യം അവർക്ക് യു.ഡി.എഫ് സീറ്റ് നൽകിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അവർ സ്വതന്ത്രരായി മത്സരിച്ചു എന്നാണ് റീനയുടെയും ഒപ്പം തന്നെ ഭർത്താവ് സനൽകുമാറിന്റെയും വിശദീകരണം. മുതിർന്ന നേതാവായിട്ടുള്ള പി.ജെ. കുര്യൻ തങ്ങളെ തോൽപ്പിക്കുന്നതിന് വാർഡുകളിൽ ശ്രമം നടത്തി. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലം വന്നതിന് ശേഷം തങ്ങൾ യു.ഡി.എഫിനൊപ്പം ചേരാമെന്ന നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പക്ഷേ പി.ജെ. കുര്യന്റെ ഒറ്റ നിർബന്ധ ബുദ്ധി കാരണമാണ് തങ്ങൾക്ക് യു.ഡി.എഫിലേക്ക് അല്ലെങ്കിൽ ആ പിന്തുണ യു.ഡി.എഫ് സ്വീകരിക്കാതിരുന്നത് എന്നാണ് ഇരുവരും വ്യക്തമാക്കുന്നത്. അതേസമയം പി.ജെ. കുര്യൻ പറയുന്നത് പാർട്ടി കോർ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ഈ സ്വതന്ത്രരെ പിന്തുണയ്ക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. കാരണം യു.ഡി.എഫിന് പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ 7 സീറ്റ് ഒറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ 7 സീറ്റുള്ള യു.ഡി.എഫിന് തന്നെ ആദ്യ ടേം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ലഭിക്കണം. ഒരുപക്ഷേ സ്വതന്ത്രരുടെ പിന്തുണ അത് ഉറപ്പിച്ചാലും സ്വതന്ത്രർക്ക് 2ാം ടേമായി മാത്രം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം നൽകാമെന്ന് അറിയിച്ചിരുന്നു. പക്ഷേ അതിന് സനൽകുമാറും റീനയും തയ്യാറായില്ല എന്നാണ് പ്രൊഫസർ പി.ജെ. കുര്യൻ പറയുന്നത്. പാർട്ടിക്ക് അധികാരമല്ല വലുത്, മറിച്ച് ചില നിലപാടുകളാണ്. അതുകൊണ്ട് തന്നെ 7 സീറ്റ് പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ യു.ഡി.എഫിന് ലഭിച്ച സ്ഥിതിക്ക് സ്വതന്ത്രരുടെ പിന്തുണ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി നേതൃത്വം എത്തുകയായിരുന്നു എന്നാണ് മുതിർന്ന നേതാവ് പി.ജെ. കുര്യൻ പറയുന്നത്. അതേസമയം തന്നെ സനൽകുമാർ മുതിർന്ന നേതാവായിട്ടുള്ള പി.ജെ. കുര്യനെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തുകയും ചെയ്തു. വ്യക്തമാണ്. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.